ഇപ്പോൾ സഞ്ജു സാംസൺ മാധ്യമങ്ങളെ കാണുകയാണ്, അതിലേക്ക്. അതെ, അതുവരെ അവർ നല്ല അറ്റാക്കിംഗ് മോഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, എല്ലാവരും കളിക്കാൻ എളുപ്പമാണ്, കളി കാണാൻ ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ വർഷം എന്തോ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന കേരള ടീമിന് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രഷർ സിറ്റുവേഷൻസിൽ നമ്മൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ക്രഞ്ച് സിറ്റുവേഷൻസേ കാണും. ഇപ്പോൾ ഈ സമയത്ത് ഈ വിക്കറ്റ് കിട്ടിയാൽ കൊള്ളായിരിക്കും, ഇപ്പോൾ ഈ സമയത്ത് ഈ വിക്കറ്റ് പോകാൻ പാടില്ല. അപ്പോൾ ആ സിറ്റുവേഷൻസൊക്കെ നമ്മൾ എല്ലാ നോക്കൗട്ട്സും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ സാർ. അപ്പോൾ ക്വാർട്ടർ ഫൈനൽ മുതൽ സെമി ഫൈനൽ മുതൽ നമ്മൾ ആ ഒരു ക്വാർട്ടർ ഫൈനൽ ലാസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് 80 റണ്ണ് നമ്മുടെ സൽമാൻ നിസാറും ബേസിൽ തമ്പിയൊക്കെ അടിച്ചു. അപ്പോൾ എല്ലാ ക്രൂഷ്യൽ സമയത്ത് നമ്മുടെ യങ്സ്റ്റേഴ്സും സീനിയർ പ്ലേയേഴ്സും എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു സീസണിൻ്റെ ഒരു പാറ്റേൺ ആണല്ലോ ഇത്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി സെമി ഫൈനലിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫീല് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആ കാര്യങ്ങളൊക്കെ നടന്ന് പിന്നെ ഒരു സിനിമ ക്ലൈമാക്സ് പോലെ നമ്മുടെ സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റാണ് നമ്മൾ അവസാനം കളി ജയിപ്പിച്ചത്. അപ്പോൾ എന്തോ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് അറിയാൻ പറ്റുമല്ലോ, നമ്മുടെ എന്തോ നല്ലൊരു കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ സന്തോഷമുണ്ട്. ഈ ടീമിൽ വരാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. വസ്തുതയുണ്ടോ അതിൽ? അല്ല, അത് കുഴപ്പമില്ല കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ 10ാം വയസ്സിലെ കേരള ക്രിക്കറ്റിൻ്റെ അണ്ടറിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സ്പേസ് ആകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്കിനി നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ 13ാം വയസ്സിൽ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് തിരിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ മാക്സിമം കൊടുത്തുകൊണ്ടിരിക്കും. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നോക്കും. ക്യാമ്പ് ഉറപ്പായിട്ട് ഇനി എല്ലാ ക്യാമ്പ്സും ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കും, ഞാൻ അവൈലബിൾ ആണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് നോക്കാം. ആർക്ക് കമ്മ്യൂണിക്കേഷന്? പല ഘട്ടങ്ങളിൽ പറയുന്നത് സഞ്ജു കൃത്യമായിട്ട് അറിയിച്ചിരുന്നില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ്, അതൊക്കെ ശരിയാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. സഞ്ജു ഇന്ത്യൻ ടീമിലെ സഞ്ജു വരാൻ നേരത്ത് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയൊക്കെയാണ് പല ഘട്ടങ്ങളിൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നു സഞ്ജു നല്ല ഫോമിലേക്ക് വരുമ്പോൾ പലപ്പോഴും തഴയപ്പെടുന്നു എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക ലോബി ഇനി വല്ലതും നടക്കുന്നുണ്ടോ? അങ്ങനെ സഞ്ജു സ്വാഭാവികമായിട്ടും പ്ലെയറായി സഞ്ജുവിനെ അറിയാൻ പറ്റുമല്ലോ, നമ്മൾ ഒതുക്കുകയാണ്, അങ്ങനെ വല്ല? ഇല്ല, ഞാൻ ഇപ്പോൾ T20 ഇന്ത്യയിലെ കണ്ടിന്യൂസ് പ്ലെയറാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 10-14 മാച്ച് T20 ഓപ്പണറായിട്ട് കളിച്ച് കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും തോന്നുമ്പോഴും ഞാൻ എൻ്റെ അകത്തോട്ടാണ് ഫോക്കസ് എടുക്കുന്നത്. എനിക്ക് നന്നായിട്ട് ബെറ്റർ ചെയ്യാൻ പറ്റും. 50 റണ്ണിൽ സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ അത് 100 റണ്ണിൽ അടിക്കണമെന്നാണ് എൻ്റെ കോച്ചസും എൻ്റെ വീട്ടുകാരും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് മൈൻഡ് സെറ്റ്. നമ്മൾ പുറത്തോട്ട് ഫോക്കസ് ചെയ്യാതെ എനിക്ക് ഇനി എന്ത് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. ഒരു സെഞ്ചുറി അടിച്ചിട്ട് കയറാൻ പറ്റില്ലെങ്കിൽ 3 എണ്ണം അടിച്ച് കയറാൻ പറ്റണം. ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് എല്ലാവർക്കും. ഞാൻ കളിക്കുന്ന എല്ലാ പിള്ളേർക്കും അതാണ് സജസ്റ്റ് ചെയ്യണം. നമ്മൾ ഒരിക്കലും സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ കോച്ചസിനെയോ ക്യാപ്റ്റനെയോ നല്ല ബ്ലെയിം ചെയ്യേണ്ടത്. നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്ന ഒരു ടീമും കാണത്തില്ല. നമ്മൾ അത്രയും ബെറ്ററാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ റെസ്റ്റിലാണ്. 2-ാം തീയതി NCയിൽ പോകണം. അപ്പോൾ അവരുടെ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തിട്ട് അവരെ അറിയിക്കുമെന്നാണ് പറഞ്ഞത്. കുഴപ്പമുണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഉത്തരവല്ലോട്ട് ഇപ്പോൾ പറഞ്ഞു. ഒന്നുകൂടെ പറയണം. തമാശയാക്കണം നിങ്ങൾ. രാഫേൽ ജി ക്യാ കർത്താ ഹേ? ശരിയേട്ടാ, അത് കുഴപ്പമില്ല, വിട്ടേക്കേട്ടാ. ചുമ്മാ ചോദിക്കാൻ പറ്റുമോ അറിയില്ല, ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുകയാണ്, ഈ ചില അച്ചടക്ക പ്രശ്നങ്ങളൊക്കെ KCA ഉന്നയിച്ചായിരുന്നു. ശരിക്കും KCA ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഈ അച്ചടക്ക പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല, എല്ലാം സന്തോഷമായിട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സഞ്ജുവിനെ പിന്തുണച്ചു എന്നുള്ള പേരിൽ ശ്രീശാന്തിനെയും KCA വിമർശനം ഒക്കെ ഉന്നയിച്ചായിരുന്നു. ആണോ? ചെയ്തായിരുന്നല്ലേ? ഇല്ല, നമുക്ക് അക്കാഡമിയാണ് ചേട്ടാ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ രഞ്ജി ട്രോഫിയിൽ ഫൈനലിൽ പ്രവേശിച്ച കേരള ടീമിനെ അഭിനന്ദിക്കുകയാണ് സഞ്ജു സാംസൺ. താൻ വീണ്ടും കേരളത്തിനായി കളിക്കും. തൻ്റെ കരിയറിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. KCA തനിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ടെന്നും സഞ്ജു സാംസൺ പറയുന്നു.